പാർട്ടിക്ക് ഒറ്റ ഒരു പാൻ നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പറിലാണ് ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിലായാലും കാസർഗോഡായാലും തൃശ്ശൂരായാലും എല്ലാ സ്ഥലത്തെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റിക്കുള്ള ഒരേ ഒരു അക്കൗണ്ടിലാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഈ അക്കൗണ്ടുകളെല്ലാം ഓഡിറ്റ് ചെയ്ത് സമർപ്പിക്കണം. ഇന്ത്യയിൽ കൃത്യമായിട്ട് അക്കൗണ്ട് കൃത്യതയോടെ ഓഡിറ്റ് ചെയ്ത് സമർപ്പിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് അവർ തന്നെ പറഞ്ഞതാണ് CPM ആണ്. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി കണക്ക്, കണ്ണൂർ ജില്ലയിലെ പാർട്ടി കണക്ക്, എല്ലാ കണക്കും ക്രോഡീകരിച്ച് സംസ്ഥാനത്താകെയുള്ള 14 ജില്ലയുടെയും കണക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കണക്കും ചേർത്ത് ഓരോ വർഷവും അവർ തീരുമാനിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻ്റായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇൻകം ടാക്സ് എക്സഷൻ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല, പാർട്ടിക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. പക്ഷേ പാർട്ടിക്ക് ടാക്സ് കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ കണക്ക് കൃത്യമായിട്ട് വേണം. ആദ്യം സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക് ഓഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രയാസമില്ല. പിന്നെ അവർ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ മാത്രം പോരാ, ജില്ലാ കമ്മിറ്റിയുടേത് വേണം. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കൊടുക്കും. പിന്നെ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പോരാ, ഏരിയ കമ്മിറ്റിയുടേത് വേണം. ഏരിയ കമ്മിറ്റിയുടെ കണക്കും ജില്ലാ കമ്മിറ്റിയുടെ കണക്കും സംസ്ഥാന കമ്മിറ്റിയുടെ കണക്കും കൊടുക്കും. ഈ കണക്കെല്ലാം കൊടുത്തതിന് ശേഷം ഇപ്പോഴും നരേന്ദ്രമോദി ഗവൺമെൻറ് പാർട്ടിയെയും പ്രതിപക്ഷത്തെയും വേട്ടയാടുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴവർ പറയുന്നത് എല്ലാ പാർട്ടിയുടെ കണക്കും വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓഫീസ് നിർമ്മിച്ച ബ്രാഞ്ചിൻ്റെ കെട്ടിടത്തിന് വേണ്ടി ചെലവാക്കിയത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യവും ഞങ്ങൾക്ക് വേണം എന്നാണ്. ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന IT-ക്കാർക്കും അതുപോലെ തന്നെ ED-ക്കാർക്കും കേരളത്തിലെ പാർട്ടിയെപ്പറ്റി ഒരു ധാരണയുമില്ല. അവർ ധരിക്കുന്നത് അവിടെയെല്ലാം ഉള്ളതുപോലെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ചുകൾക്ക് ഇപ്പോൾ ഓഫീസുണ്ട്. ബ്രാഞ്ചുകളുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ വലിയ ഓഫീസ് സംവിധാനമാണ്. പഴയ പോലെ ഒരു ഒറ്റ മുറിയൊന്നുമല്ല. അവിടെ ലൈബ്രറി ഉണ്ട്, അതുപോലെ തന്നെ ഹാളുണ്ട്, ഓഫീസ് സൗകര്യങ്ങളുണ്ട്, എല്ലാം ചേർന്നതാണ്. ചിലത് 1ാം നിലയുണ്ട്, 2ാം നിലയുണ്ട് ബ്രാഞ്ചിന്. ഇതിനിടെ ഞാൻ ചിമ്മിനി ഉദ്ഘാടനം ചെയ്ത ഒരു ബ്രാഞ്ച് അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഓഫീസാണ്. ആ ബ്രാഞ്ചിന് താഴത്തൊരു നില, അതിൻ്റെ നടുക്കൊരു നില, അതിൻ്റെ മേലെ ഒരു നില, ഒരു ബ്രാഞ്ച് ഓഫീസാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേർന്ന് നാട്ടുകാരിൽ നിന്ന് വാങ്ങി സംഭാവന സ്വരൂപിച്ച് അവർ സ്ഥലം വാങ്ങി, അവർ കെട്ടിടത്തിനാവശ്യമായ സാമഗ്രികൾ വാങ്ങി പണി പൂർത്തിയാക്കി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ED-ക്കാരും പറയുന്നത്, IT-ക്കാരും പറയുന്നത്, ഇൻകം ടാക്സുകാരും പറയുന്നത് ഇതിൻ്റെ എല്ലാം കണക്ക് വേണമെന്നാണ്. എത്രയായിരം ഓഫീസുള്ളത് കേരളത്തിൽ. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസും താഴെ ബ്രാഞ്ച് ഓഫീസ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ഓഫീസാണ്. ഇതിൻ്റെ എല്ലാം രേഖ വേണം. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു തട്ടിപ്പ് കേസുണ്ടായി. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി മുമ്പ് തന്നെ ഇടപെട്ട് തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും പാർട്ടി എന്ന രീതിയിൽ വെച്ചിട്ടില്ല. ഉറപ്പായിട്ട് നിർബന്ധപൂർവ്വം നിലപാട് സ്വീകരിച്ച് നടപടിക്ക് വിധേയമായി കുറേയാളെ പുറത്താക്കി. ചില ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം പേരിൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഒക്കെ ശരിയായി. ആ ബാങ്ക് ഇപ്പോഴും നല്ല രീതിയിൽ നടന്നു വരികയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ പിന്തുണയോടുകൂടി കരുവന്നൂർ ബാങ്ക് ഫലപ്രദമായിട്ട് ദൈനംദിനം എന്ന പോലെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ ED കടന്നു വന്നു. ED കടന്നു വന്നപ്പോൾ എന്തായി? ആ EDക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ CPIMൻ്റെ നേതാക്കന്മാരെ ഈ കേസിൽ പ്രതിയാക്കാം. അവർക്കൊരു തെളിവുമില്ല.
പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള നൂറുകണക്കിന് കോടി രൂപ CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ സെക്രട്ടറി മുഖേന വന്നിരിക്കുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഒരു രേഖയുമില്ല, ഒരു തെളിവുമില്ല. M വർഗീസിനെ എത്രയോ പ്രാവശ്യം അവരെ വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തു. അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞു, അക്കൗണ്ട് മുഴുവൻ കൊടുത്തു. ഇപ്പോഴേറ്റവും അവസാനം പറഞ്ഞത് നിങ്ങളുടെ ജില്ലയിലെ മുഴുവൻ പാർട്ടിയുടെയും ആസ്തി, നിങ്ങളുടെ മുഴുവൻ പാർട്ടിയുടെയും സ്വത്ത്, നിങ്ങളുടെ പാർട്ടിയുടെ മുഴുവൻ അക്കൗണ്ട് ഞങ്ങൾക്ക് തരണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും സുപ്രീം കോടതി ഇടപെട്ട് നിങ്ങൾക്ക് അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനൊന്നുള്ള അവകാശമില്ല. കോടതിയുടെ ഭാഗമായിട്ടുള്ള കേസുകളൊക്കെ കോടതി കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ED വന്ന് ഞങ്ങൾക്കും അവരെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതിനോട് കോടതി യോജിക്കുന്നില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞപ്പോൾ ഇലക്ഷന്റെ മുമ്പായിരുന്നു വലിയ ധൃതി, ഇപ്പോൾ ആ ധൃതി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം പറയാനാണ്. നിങ്ങളുടെ ഓഫീസ് എടുത്താൽ ഇവിടെ ബാലകൃഷ്ണൻ മാഷ് ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോഴും സ്വാഭാവികമായിട്ടും കണക്ക് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ കണക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ? ഏരിയ കമ്മിറ്റീൻ്റെ കണക്കല്ലേ കൊടുത്തിട്ടുള്ളൂ. ലോക്കൽ കമ്മിറ്റീൻ്റെ കുറേ കണക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ചിൻ്റെ കണക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കണക്കൊന്നും കിട്ടുന്നില്ല എന്ന നിലപാടാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പാർട്ടി ഓഫീസുകൾക്ക് എടുക്കുന്ന സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലാണ്. ജില്ലാ സെക്രട്ടറി അറിയോ ഇത് എവിടെയാ സ്ഥലം തന്നെ? ആയിരക്കണക്കിന് ബ്രാഞ്ചല്ലേ ഓഫീസ് എടുക്കുന്നത്, അതിനുവേണ്ടി സ്ഥലം വാങ്ങുന്നത്. അതിൻ്റെ ആധാരം മുഴുവൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ്, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ രജിസ്റ്റർ ചെയ്തെല്ലാം പാർട്ടിയുടെ ആസ്തി എന്നുള്ളത് ശരിയാണ്. ഇത് പാർട്ടിയുടെ ആസ്തി എന്ന് പറയുമ്പോൾ ഇത് ആരെങ്കിലും കെട്ടിവെച്ച് കൊണ്ടുവന്നതാണോ? ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചതല്ലേ, ജനങ്ങളുടെ ചെലവിലല്ലേ ഇതെല്ലാം യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മറ്റു പാർട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്.